ഏ ഏ അല്ലേ ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു DP. അപ്പോൾ നമ്മൾ പോകുന്നത് വയനാട് വൈത്തിരി എന്ന സ്ഥലത്തേക്കാണ്. ഇപ്പോൾ വൈത്തിരി റിസോർട്ടിൽ നമ്മളെ ചെക്കന്മാരെല്ലാം കൂടി ചേർന്ന് കണ്ട് നമ്മളൊരു സ്റ്റേക്കേഷനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളിന്ന് ആർമാദിക്കും ഉല്ലസിക്കും എല്ലാം ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് വീഡിയോസും വിഷ്വൽസും നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. ഈ ടൂറിന്റെ കോർഡിനേറ്ററായ മിസ്റ്റർ സക്കീറിനെ നമുക്ക് ലൈനിൽ കൊണ്ടുവരാം. സക്കീർ, ഇതിനെ കുറിച്ച് 2 വാക്ക് പറയൂ. എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും നമ്മളൊരു ദൃശ്യ വിരുന്നൊരുക്കാനുള്ള പരിപാടിയാണ്. ഏ ഏ അല്ലേ അല്ല, റിസോർട്ടിന്റെ പേര് നമ്മളിപ്പോ വെളിപ്പെടുത്തൂല. അത് നമ്മൾ കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കി നമ്മൾ തന്നെ അതിന് പേരിടുന്നതാണ്. എന്ത് സെറ്റല്ലേ? ഏത് ഒളിഞ്ഞ വീടുകളിൽ കാണപ്പെടുന്ന 2 വാക്ക് നമ്മളെ മലമുകളിൽ താമസിക്കുന്ന ഇന്ത്യ പോയത് മുത്തറങ്ങ അപ്പുറത്ത് കോട്ടെ ആ ഒരു പമ്പ് നിർത്തിയിട്ട് 3 ചോദിച്ചപ്പോ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. നമ്മളെ ചന്ദ് ഡ്യൂലാണ് നമ്മളെ പൈലറ്റ്. മുസ്ലിം ബാക്കിലുണ്ട്, നമ്മളെ ഷബീബ് ബാക്കിലുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മള് മലപ്പുറത്താണ് ഗായ്സ്. അപ്പോൾ നമ്മള് ചുരത്തുമെത്തിക്കണം നമ്മളെ ട്രിപ്പിന്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മള് ഫുഡ് കഴിക്കാണ്ടി അപ്പൊ എന്താ കഴിക്കുന്നത്? ഗിരിരാജ് പോയോ? ഓക്കെ, ഇതാണ് മുട്ട. ഗിരിരാജ് മുട്ടയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നാ പറഞ്ഞത്. പിന്നെ കാടമുട്ട എടുക്കുന്നുണ്ട്. എന്താ സെബി എന്താ പറഞ്ഞത്? പാല് മാത്രം കുടിച്ചോളൂ. പാല് മാത്രം കുടിച്ചോളൂ. ഗൈസ്, അങ്ങനെ ഞങ്ങളെ വയനാട് വെൽക്കം ചെയ്യുകയാണ്. അങ്ങനെ വയനാട്ടിലെത്തി. എന്തെല്ലാം മോഹങ്ങളാണെന്നോ, എന്തെല്ലാം ആശകളാണെന്നോ. അങ്ങനെ നമ്മള് പാർക്കിങ്ങിൽ എത്തിക്കണു. അപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മേലേക്ക് പോകാൻ. ഓഫ് റോഡാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ ബാക്കി വിഷ്വൽസ് നമ്മള് ഓഫ് റോഡിൽ കാണിക്കാം. അപ്പൊ നമ്മളെ ഫസ്റ്റ് വണ്ടിയാണത്. അപ്പൊ പോട്ടെ 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 പോട്ടെ. അപ്പൊ നമ്മള് 900 കണ്ടി ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ നമ്മള് സ്കൈഫോൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡിലാണ്. ഓഫ് റോഡാണ്. ഓഫ് റോഡ്. ശ്രദ്ധിക്കണ്ടേ? ഒന്നൊക്കെ 2 ആക്കിയിടോ. അതെ, 220 അപ്പോൾ ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ എൻട്രൻസ്. ബാക്കിൽ കാണുന്നതാണ്. വെളിച്ചത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. അടിപൊളിയാണ്. അതൊക്കെ കാണാൻ ടെൻ്റാള്. ഇതാണ് സ്കൈഫോൾ റിസോർട്ട്. വയനാട്ടിലെ 900 കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ടുള്ളത്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് അവിടുത്തെ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങളവർ പിക്ക് ചെയ്യാൻ വന്നു. ഫുള്ള് ഓഫ് റോഡ് ആയിരുന്നു. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഓഫ് റോഡ് കയറിയിട്ട് വേണം അവർ ഈ റിസോർട്ടിലെത്താൻ. കാടിൻ്റെ ഒത്ത നടുവിലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ വിഷ്വൽസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇൻഫിനിറ്റി പൂളും ബാഡ്മിൻ്റൺ കോർട്ടും കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്രത്യേകം പ്ലേ ഏരിയയും ഒക്കെ അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഫാമിലിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് സ്കൈഫോൾ റിസോർട്ട്. അവിടെ എത്തിയതിനു ശേഷം ഈവനിങ് സ്നാക്സും അതുപോലെ തന്നെ ചായ അവർ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു. അടിപൊളിയാണ്. പിന്നെ 1500 ആണ് പെർ ഹെഡ് വരുന്നത്. പൂളും പിന്നെ ഡോർമെറ്ററി ആയിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. ഏകദേശം ഞങ്ങൾ 16ഓളം ആൾക്കാരുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ്. ഡ്രോൺ വെച്ച് അധികം വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം മരങ്ങളും മറ്റുമായിട്ട് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളെ റിസോർട്ട് നല്ല അറ്റ്മോസ്ഫിയറാണ്, അടിപൊളിയാണ്, നല്ല അടിപൊളി വൈബാണ്. ഇതിൻ്റെ പേരാണ് സ്കൈഫോൾ റിസോർട്ട്. റെഡി ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ അത്യാവശ്യം പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഞങ്ങളതൊന്നും സമയത്ത് ഫാമിലീസ് ഒന്നും ഇല്ല. അതായത് ഇത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫാമിലി ആണെങ്കിൽ മറ്റു ബാച്ചിലേഴ്സിന് ഇത് ഇവർ കൊടുക്കില്ല. അതായത് ഫാമിലി ആണെങ്കിൽ ഫാമിലിക്ക് മാത്രം, ബാച്ചിലേഴ്സ് ആണെങ്കിൽ ബാച്ചിലേഴ്സിന് മാത്രം, അങ്ങനെയാണ് ഇവിടുത്തെ ബുക്കിങ്. പ്ലേ ഏരിയയിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് കളിച്ചത്. നല്ല അടിപൊളിയായിരുന്നു അവിടെ. ഇതിനകത്ത് ബാക്ക് നിങ്ങള് സബിയ ഒന്ന് ഉന്തി കൊടുത്താ ഇതെന്ത് പറ മൂച്ചയുടെ കാൽ നീട്ട സെൽമാരിക്ക എത്ര ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. നല്ല ഹൈജീനിക് ആണ്, അതുപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. 25 മുതൽ 30 പേർക്ക് വരെ അറ്റ് എ ടൈം ഇരുന്ന് സുഖസുന്ദരമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥല സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് അവിടുന്ന് നമുക്ക് കിട്ടാനുള്ളത്. അടിപൊളി സ്ഥലമാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സ് എങ്ങനെയുണ്ട്? സ്നാക്സ് എങ്ങനെയുണ്ട് സംഭവം? നല്ല സർവീസ്, അടിപൊളി ചായ, മധുരമുറും ചായ ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞു. കാട്ടുപോത്തിലൊക്കെ കണ്ടവരുണ്ട്. കുറച്ച് നേരത്തെ റിസോർട്ട് എങ്ങനെയുണ്ട്? ചായ എങ്ങനെയുണ്ട്? ചായ അടിപൊളി, നല്ല മസാല ചായ ഉള്ളത്. പിന്നെ വേറെ കടി എന്താ അതിന്റെ? പൊക്കോടി, പിന്നെ സോസും തക്കാളി സോസും അടിപൊളിയല്ലേ? കെച്ചപ്പ്. അടിപൊളിയാണ്, ചായ അടിപൊളിയാണ്. അടിപൊളി ആംബിയൻസ് ആണ്. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. മുത്താർജി എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? എന്റെ സ്ഥാപനമാണ്, പ്രമോഷനാണ്. സർവീസ് സൂപ്പർ, എല്ലാം കൊണ്ടും
സൂപ്പർ സർവീസ് ആണ്. എന്റെ 1000 വെട്ടല് കുറച്ച് അടിപൊളി നല്ല സൂപ്പർ ഉള്ളിവടയും ചായ. ആരോടെ വിട്ടു വണ്ടി ഞാൻ അപ്പളേ പറഞ്ഞു ഡബിൾ കുച്ചി കഴിക്കണ്ട. ഉത്താറാരെ വിട്ടത് ഗിരിരാജിന്റെ 4 മുട്ട 4 ഇന്ത്യന്റെ അപ്പുറത്തിന് കിടക്കുന്നുണ്ട്. ഇതിന്റെ മണല്ല, ഇതിന്റെ ഇത് കണ്ടിമൊക്കെ ചാരിയ പോകുന്നുണ്ട്. പൂളക്കൊന്ന് ഇറങ്ങാം. ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. അടിപൊളി ആംബിയൻസ് ആണ്. ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ പറ്റിയൊരു ആംബിയൻസ് ആണ്. അടിപൊളിയാണ്. അവിടെ പൂളും. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കടന്നുറങ്ങാനുള്ള സ്ഥലം. ഫ്രണ്ട്സിനൊക്കെ വരികയാണെങ്കിൽ ഈ ഡോർമെറ്ററി എടുക്കുക. ഫാമിലിക്ക് സെപ്പറേറ്റ് റൂം താഴത്തുണ്ട്. ഇത് വീഡിയോയിൽ നഗ്നത പ്രദർശനം പറ്റൂല. ഒരു പാട്ട് പഠിക്കണ്ട. കടന്നു വരൂ സോദരരെ, കടന്നു വരൂ, ആസ്വദിക്കാം ജീവിതം, ഉല്ലസിക്കാം ജീവിതം. അപ്പോ നമ്മളിപ്പോ ഇവിടെ ബാർബിക്യൂ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാർബിക്യൂന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല, നേതൃത്വ നിരയിൽ വലങ്കൈയുണ്ട്, ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളെ റിസോർട്ടിലെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയും ട്രക്കിങ്ങിന് ഇറങ്ങിക്കാണേ. ചിക്കു ഇതാ ഒരു ആപ്പിളൊക്കെ കുടിച്ച് ഇറങ്ങിക്കോ. ചിക്കു ആ ആപ്പിളൊന്നും കാണിച്ചു കൊടുത്താ. ബാക്കിൽ ഫുൾ ടീമാണ്. ഓൻ ചിക്കു മറ്റേ മരത്തുമെന്ന് പറിച്ചെന്നാ പറഞ്ഞത്. ഫ്രഷ് ആയിട്ട് ഇവിടെ ആപ്പിൾ കാണിച്ച മരത്തുമെന്ന് പറിച്ച ആപ്പിള്. റെഡി റെഡി അല്ല പിന്നെ നമ്മള് 16 ആളുണ്ട്. ഇപ്പൊ ബാക്കി പിന്നിൽ വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ റിസോർട്ടിലെത്തി അടുത്ത ദിവസം രാവിലത്തെ പരിപാടി ട്രെക്കിംഗ് ആയിരുന്നു. ഒരു 4-5 കിലോമീറ്റർ ട്രെക്കിംഗ് ആയിരുന്നു. കാടിൻ്റെ നടുവിലൂടെ ഞങ്ങൾ പോയത്. ഫ്രണ്ട്സൊക്കെ ചേർന്ന് നല്ല നാട്ടുവർത്താനും പാട്ടൊക്കെ പാടി ഒരു മോർണിംഗ് വാക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ട്രെക്കിങ്. സാധനം കിട്ടിയോ? ആയിട്ടില്ല. പോകേണ്ട ദൂരരാളും കൂട്ടില്ലാതെ കാണേണ്ട കാഴ്ചകൾ കഥകൾ ഇറക്കാതെ പോകേണ്ട ദൂരരാളും കൂട്ടില്ലാതെ കാണേണ്ട കിസ്സകൾ കഥകൾ ഇറക്കാതെ ചിറാപ്പൂഞ്ചി മയങ്ങത്തെ നിലാവഞ്ചി തുള്ളിട്ട് ചിറാപ്പൂഞ്ചി മയങ്ങത്തെ നിലാവഞ്ചി തുള്ളിട്ട്. നല്ല അടിപൊളി സ്ഥലത്ത് നമ്മൾ എത്തിക്കണത്. അപ്പോ നല്ല തണുത്ത വെള്ളടാ. നല്ല തണുപ്പുള്ള എത്രയില് മാർക്ക് കൊടുക്കണം? പുള്ളി മീന് കൊടുത്തോ, മാർക്ക് കൊടുത്തോ. ഒരു 10 കൊടുക്കാം. 10 കൊടുക്കലുണ്ട്. ഓ ചേട്ടാ നിക്കേ അവിടെ നിക്കേ. മറ്റേ കയ്യിന് പൊന്തിച്ചേ. തള്ളിക്കോ തള്ളിക്കോ. ഇനി എന്താ അടുത്ത് കഴിഞ്ഞോ?
ടീം ഫുള്ളാവട്ടെ. വേഗം ക്രോസ് ചെയ്യ് വേഗം. നമ്മളൊരു ഗുഹയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. തമ്പ്രാന്മാരെ ഒളിച്ചുന്നില്ല. ബൈക്ക് റൂട്ട് മാറിയതാ. ഫോട്ടോ എടുക്കാം. അതാ AK-47 സൂപ്പറായില്ല. ഞങ്ങൾ രാവിലെ കുറച്ചൊന്നും ഇതാണ് കയറിയോ അവൻ പോയതാ. ഓൻ കയറി കൂടി മേലൊന്നും ഇങ്ങോട്ട് എടുക്കുമ്പോ രസിക്കാൻ കല്ലും കയറി പോയിരുന്നു. ബുക്കല്ലേ അടിപൊളിയല്ലേ? കൊയക്കമില്ല. എന്ത് കൊയക്കമില്ല. അല്ലേ കൊയക്കൊന്നുമില്ല. ഓ അണിപ്പിച്ചടാ. അല്ലേ ഒന്നിച്ചു വന്നില്ല. ഏതായാലും ഒന്ന് ഇടുക്കണ്ടി ഇതെടുക്കണ്ടേ? ഈ ക്യാരി ഇറക്കുന്നുണ്ട് നോക്കാല്ലേ. ഇന്ന് വരുവോ ഗായ്സ്? അപ്പോ നമ്മള് ആ കാണുന്ന മലമക്കാണ് പോകുന്നത്. ഇതാ കാണുന്നത് ജസ്റ്റ് ആ കാണുന്ന മലമക്കാണ് നമ്മൾ പോകുന്നത്. അടിപൊളിയാണ്. ആ പറയണ്ട് ഇതാണ് ഞങ്ങൾ ട്രെക്കിങ്ങിന്റെ സമയത്ത് എടുത്ത ഒരു ഡ്രോൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ. അതായത് ആകെ ഒറ്റ ഷോട്ട് എടുത്തിട്ടുള്ളൂ. നല്ല അടിപൊളി സ്ഥലത്താണ് ഞങ്ങൾ അവര് ട്രെക്ക് ചെയ്യിച്ചത്. കാടിന്റെ ഒത്ത നടുവിൽ നല്ല അടിപൊളി ട്രെക്കിംഗ് ആയിരുന്നു. പിന്നെ അവരെ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും അവരുടെ ഡീറ്റെയിൽസും ലൊക്കേഷനൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ അത് നോക്കിയിട്ട് ചെയ്തോളി. ഇതൊരു പ്രൊമോഷന്റെ ഭാഗമോ മറ്റൊന്നും അല്ല കേട്ടോ. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ബഡ്ജറ്റ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി റിസോർട്ടൊക്കെ നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ റിസോർട്ട്.
അതൊക്കെ ഇട്ടിരുന്നു നട കീറിയെന്ന് പറഞ്ഞപ്പോ ആരും ശ്രദ്ധിക്കൂല. ഇനി എന്തായാലും ആൾക്കാർ ശ്രദ്ധിക്കും, വ്യൂവേഴ്സ് ഇനി ശ്രദ്ധിക്കും. അത് കേറണേ അതിന് ഇന്നലെ സെബീബിന് കിട്ടിയുള്ളൂ വ്യൂ കേറാള്. ആ കട്ടിട അതിന്റെ ഉപ്പാണ്. എങ്ങനെ ഒന്നുകൂടി അങ്ങനെ ഈ പാട്ടോടുകൂടി ഞങ്ങളെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യും. അപ്പോൾ താങ്ക് യു.